പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സമ്മേളിച്ച പാർലമെന്റിൽ മോദിയെ ഇരുത്തിക്കൊണ്ട് അതിരൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ.സി. വേണുഗോപാലും ഗൗരവ് ഗൊഗോയ് അടക്കം പ്രതിപക്ഷ നിര മുഴുവനും മോദിയെയും രാജ്നാഥ് സിംഗിനെയും അമിത്ഷായെയും ജയശങ്കറിനെയും ഒക്കെ നിർത്തിപ്പൊരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും കാണാൻ സാധിച്ചത്. നീണ്ട 16 മണിക്കൂർ നേരവും സഭയിൽ കേന്ദ്രം തലകുനിക്കേണ്ടുന്ന തരത്തിലുള്ള ആഞ്ഞടിക്കലായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത്. ഇതോടെ രാജ്യസഭയെ അഭിസംബോധന ചെയ്യാതെ മോദി എന്ന പ്രധാനമന്ത്രി മുങ്ങി ഇറങ്ങിപ്പോയി. എല്ലാം അമിത്ഷായുടെ തലയിൽ വെച്ചുകൊടുത്തുകൊണ്ട് മോദി മുങ്ങിയതോടെ രാജ്യസഭയിൽ അമിത്ഷായ്ക്ക് വിലക്കുമേർപ്പെടുത്തി. അതായത് മോദി എത്താത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. 2 ദിവസം നീണ്ട ചർച്ചയുടെ അവസാനം കഴിഞ്ഞ ദിവസം വൈകിട്ട് അമിത്ഷാ മറുപടി പ്രസംഗം ആരംഭിച്ചപ്പോൾ പ്രധാനമന്ത്രിയാണ് മറുപടി പറയേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് 16 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദി സഭയെ അഭിസംബോധന ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഉപാധ്യക്ഷനോട് പറയുകയും ചെയ്തു. അമിത്ഷായ്ക്ക് മറുപടി നൽകാൻ കഴിവില്ലെന്ന് പറയുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നത് സഭയോടും രാജ്യസഭാ അംഗങ്ങളോടും ചെയ്യുന്ന അനാദരവാണ്. പ്രധാനമന്ത്രി മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നും ഖാർഗെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഭരണപക്ഷത്തു നിന്ന് ആരാണ് സംസാരിക്കേണ്ടതെന്ന് സർക്കാരാണ് തീരുമാനിക്കൽ എന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. പ്രസംഗം തുടരുന്നതോടെ അമിത്ഷായ്ക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ച മുതലാണ് രാജ്യസഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച തുടങ്ങിയത്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരെ ഇല്ലാതാക്കിയ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേര് നൽകിയത് മതം നോക്കിയല്ല എന്നും മുഗളന്മാർക്കെതിരെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ശിവാജി ഉപയോഗിച്ച യുദ്ധമുദ്രാവാക്യമാണ് എന്നുമൊക്കെ അമിത്ഷാ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ബി.ജെ.പി. അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയിൽ നിരവധി ഭീകര സംഘടനകളെ നിരോധിച്ചു. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ നിരവധി ഭീകരരെ വിട്ടയക്കുകയാണ് ഉണ്ടായത് എന്നൊക്കെ മറുപടി പ്രസംഗത്തിൽ അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട്. പഹൽഗാമിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന്റെയും കേന്ദ്ര ഇന്റലിജൻസിന്റെയും വീഴ്ച വളരെ വ്യക്തമാണ് എന്നും എന്നാൽ ഇന്നുവരെ അതിന്റെ ഉത്തരവാദിത്തം ഒരു കേന്ദ്രമന്ത്രിയും ഒരു ഉദ്യോഗസ്ഥനും ഏറ്റെടുത്തിട്ടില്ല എന്നുമൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത ഓരോരുത്തരും ചൂണ്ടിക്കാട്ടി. അതിനൊക്കെ പിന്നാലെയാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്.